മുരളിഗോപിയുടെ അഭിനയം ഇഷ്ടപ്പെട്ടോ? ഒരു നല്ലൊരു പടമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മനയരാജ്യം എന്ന് പറയുന്ന പടം ഒരു നമ്മുടെ എല്ലാം ചുറ്റുപാടുകൾ നമ്മൾ കാണാതെ വിട്ടുപോയിട്ടുള്ള ചില മനുഷ്യരുടെ കഥയാണ്. കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം ഉള്ളെങ്കിൽ പോലും ഉള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ അവരുടെ പ്രകടനം കൊണ്ട് കാഴ്ചവെക്കാൻ സാധിക്കും. കൊച്ചു സിനിമയാണ്, അത് വലിയ വലിയ സ്റ്റാർ വാല്യുള്ള നടന്മാരൊന്നും ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടണം. എങ്കിൽ പോലും മുരളി ഗോപി എന്ന നടൻ്റെ പ്രകടനം എടുത്തു പറയത്തക്കതാണ്. അതോടൊപ്പം തന്നെ കൂടെ നിന്ന് അഭിനയിച്ച രാജേഷ് ശർമ്മ, ഇന്ദ്രൻസിയേട്ടൻ, ഇങ്ങനെയുള്ള 3-4 കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിനെ ശരിക്കും വേദനിപ്പിച്ചിട്ട് രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഒരു നല്ലൊരു പടമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒറ്റ ശ്വാസത്തിൽ കാണാൻ പറ്റിയ പടം, അടിപൊളി പടം. അഭിനയം വെച്ചാൽ മുരളിഗോപിയുടെ അഭിനയം സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. ഇത് പുതിയൊരു നടനുണ്ട് രാജേഷ് ശർമ്മ, അയാൾ അടിപൊളിയായിട്ട് നന്നായിട്ട് നല്ല സിനിമ. ചേട്ടനും മറ്റേ ശർമാജിയെ കാസലായിരുന്നു. ശർമാജി ഗംഭീരമായിട്ടാണ്, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. ഓ ഷുവർ, തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന, നമുക്കറിയാവുന്ന മെസ്സേജുകൾ തന്നെയാണ് ലൈഫിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ നന്നായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാരുടെ കഥയാണ് ഈ സിനിമ. ഞാനൊക്കെ വിചാരിച്ചു എൻ്റെ കഥയാണോ സിനിമ എന്ന് തന്നെ തോന്നിപ്പോയി. നല്ല സിനിമ. ഇത് പ്രേക്ഷകരോടൊപ്പം സിനിമ കണ്ടിട്ടുള്ള ഒരു ഇതെങ്ങനെയുണ്ട്? മിനിയാന്ന് നമ്മള് ക്രൂ മാത്രമായിരുന്നു. അപ്പം എല്ലാം പിടിക്കണോ എല്ലാം കൊടുക്കല്ലേ? അപ്പം ഇന്ന് എനിക്ക് ഭയങ്കര ഇമോഷണലി എനിക്ക് ഭയങ്കര ഒരു നമ്മൾ ഈ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടുകൊണ്ടായിരുന്നു. ഇന്ദ്രൻസേട്ടൻ്റെ സീൻസൊക്കെ ഭയങ്കര ഇമോഷണലായിരുന്നു. അതായത് ഇന്ദ്രൻസേട്ടനൊക്കെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴൊക്കെ നമുക്കങ്ങ് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരാളെ പോലെ അങ്ങ് തോന്നിപ്പോകും. ഭയങ്കര രസം. എനിക്ക് രസമായിരുന്നു. എൻ്റെ പടമാണ്, ഞാൻ അങ്ങനെ പറയണ ശരിയില്ല. എന്നാലും കണ്ണ് നിറഞ്ഞോ? എനിക്ക് ചെറുതുണ്ടെങ്കിലും മതിയായിട്ട് എനിക്ക് കണ്ടു പറഞ്ഞു. അതുകൊണ്ട് എന്നെ കണ്ടു പറഞ്ഞു. പക്ഷെ ഞാൻ തന്നെ അങ്ങനെ പറയണ മോശം. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇന്ന് രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. നമ്മൾ ഒന്നിച്ചാ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. ഇന്ന് നിങ്ങളോട് രണ്ടാമത്തെ തവണയും കണ്ണു നിറഞ്ഞു. ആണ് ചിരിക്കണം. രണ്ടാമത്തെ തവണ കണ്ടു കാണുന്നത് അവൻ കണ്ടില്ലേ? കണ്ടില്ല, അവൻ ഉറങ്ങിപ്പോയിരുന്നു. എന്ത് അതുകൊണ്ട് ശ്രീതി ഇത് സിനിമ ആണോ തനിച്ചാണോ വന്നത് അതോ ഫ്രണ്ട്സ് ആയിട്ടാണോ വന്നത്? എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ട് സിനിമ കഴിഞ്ഞിട്ട്? എല്ലാവരും കാണും, നാട്ടിലെല്ലാവരും പോയി കാണും. എല്ലാവരും കാണും. എല്ലാവരും കാണാൻ പോയി. ഫസ്റ്റ് ഷോ കഴിയുന്നല്ലോ, വിളി വരും. അടിപൊളിയാവണം ആളുകൾ. ഈ ഒരു മൂവ്മെന്റില് ഇന്ദ്രൻസേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ അത് കണ്ടതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം മിനിയാന്നല്ലേ കണ്ടത്. പിന്നെ എല്ലാവർക്കും തിരക്കുകളല്ലേ, അപ്പം തിരക്കുകളാണ്. എവിടെ ചേട്ടൻ ഷൂട്ടിലാണോ അതോ? ചേട്ടൻ ഷൂട്ടിലാണെന്ന് തോന്നുന്നു. യോണി ചേച്ചി ഷൂട്ടിലാണ്. ചേട്ടൻ ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ്? എന്തായാലും തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ ഫാമിലിയായി തന്നെ പോയി കാണണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല സിനിമയാണ്. ഞാനതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് നല്ല സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം. ഓക്കെ, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ സമൂഹത്തിന്? സാധാരണ ആൾക്കാർക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു സ്റ്റോറി. ശരിക്കും ഒറിജിനലായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റോറി. ശരിക്കും കുറേ ആൾക്കാരെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ദേശത്തിൽ നടക്കുന്നുണ്ട്. ശരിക്കും ഫ്രണ്ട്സ് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഹായ്, ഇവിടെ ആദ്യമായിട്ടാണ് എന്ത് പറഞ്ഞു ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു കണ്ടു കഴിഞ്ഞിട്ട്? മിക്സഡ് അഭിപ്രായങ്ങളും. പിന്നെ ഫ്രണ്ട്സ് ആക്കുമല്ലോ, കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഞാൻ പോയിട്ട് ബാക്കി വാങ്ങിയിട്ട്